ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈ ചൂടിനും നോമ്പ് സമയത്തുമൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റിഫ്രഷിംഗ് ആയിട്ടും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കൂവപ്പൊടി ഇട്ട് കൊടുക്കാം. ആരറൂട്ട് പൗഡർ ഒരുവിധം എല്ലായിടത്തും ഉണ്ടാവും. നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടും. ഞാൻ എടുത്തിരിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൂവപ്പൊടിയാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കൂവപ്പൊടി തിളപ്പിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഈ കൂവപ്പൊടി ഒന്ന് വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്ക് 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ള കളറൊക്കെ മാറി ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. റോബസ്റ്റ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുപഴം എടുത്താൽ മതി. നേന്ത്രപ്പഴവും മൈസൂർ പഴവും എടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലാത്ത ഏതെങ്കിലും ചെറുപഴമോ റോബസ്റ്റ പഴമോ വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂവപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പഴത്തിൻ്റെ അളവ് കൂടിപ്പോവണ്ട. ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പഴം കൂടിക്കഴിഞ്ഞാൽ ഇത് നല്ല തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാലെന്ന് പറയുമ്പോൾ നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുത്ത പാലാണ്. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജ് വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ആപ്പിളിൻ്റെ പകുതി ഭാഗം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മാതളവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസ് 2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർക്കാതെ കുടിക്കാൻ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുടിക്കുമ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുക. പിന്നെ ഇതിന് കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിത് പെട്ടെന്ന് തന്നെ കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കൂവപ്പൊടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഉണ്ടാക്കി നോക്കാവുന്ന ഒരു ഡ്രിങ്കാണ്. പാലും പഴമൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ചൂട് സമയത്ത് നോമ്പിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ കൂവപ്പൊടി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.